السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله، أما بعد. وعن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم: الأيدي ثلاثة، فيد الله العليا ويد المعطي التي تليها ويد السائل السفلى إلى يوم القيامة، فاستعف عن السؤال وعن المسألة ما استطعت، فإن أعطيت شيئا أو قال خيرا فليرى عليك، وابدأ بمن تعول وارضخ من الفضل ولا تلام على الكفاف. رواه الحاكم. സഹാബി പ്രമുഖനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: അൽ ഐദി സലാസത്തുൻ, മൂന്ന് തരം കൈകളുണ്ട്, കരങ്ങളുണ്ട്. ഫയദുല്ലാഹിൽ ഉലിയ, അള്ളാഹുവിന്റെ കരമാണ്, അള്ളാഹുവിന്റെ കൈയാണ് ഏറ്റവും അത്യുന്നതമായ കരം. വയദുൽ മുഅത്തി അല്ലത്തി തലീഹ, ദാനം നൽകുന്നവന്റെ കൈ അതിനോടടുക്കുന്നു. വയദുസ്സാഇലി സുഫില, യാചകന്റെ കൈയാണ് ഏറ്റവും താഴ്ന്ന കൈ. ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ ഇതാണ് അവസ്ഥ. ഫസ്തഇഫ് അനിസ് സുആലി വഅനിൽ മസ്അലതി മസ്തതഅത, ആളുകളോട് ആവശ്യം ചോദിക്കുന്നതിനെ തൊട്ടും യാചനയെ തൊട്ടും സാധ്യമായത്ര വിട്ടുനിൽക്കുക. ഫഇൻ ഉഅതീത ശൈഅൻ ഔ ഖാല ഖൈറൻ ഫൽയുറ അലൈക, നിനക്ക് വല്ല നിഅമത്തും നൽകപ്പെട്ടാൽ, വല്ല ഖൈറും നിനക്ക് നൽകപ്പെട്ടാൽ അതിന്റെ അടയാളം നിന്റെ മേൽ കണ്ടുകൊള്ളട്ടെ. നിന്റെ വസ്ത്രത്തിലും വീട്ടിലും മറ്റ് ഭൗതിക സൗകര്യങ്ങളിലും അള്ളാഹുവിന്റെ നിഅമത്തിന്റെ അസർ, അതിന്റെ ഫലം പ്രകടമായിക്കൊള്ളട്ടെ. വബ്ദഅ ബിമൻ തഊലു, നിനക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായ നിന്റെ ആശ്രിതർ, അവർക്കാണ് നീ പ്രധാനമായും നൽകേണ്ടത്. അവരിലാണ് നിന്റെ ചെലവഴിക്കൽ ആരംഭിക്കേണ്ടത്. വറല്ലഹ് മിനൽ ഫദ്ലി, ബാക്കി വരുന്ന സമ്പത്തിൽ നിന്ന് നിനക്ക് സാധ്യമായത്ര നീ ചെലവഴിക്കുക. വലാ തുലാമു അലൽ കഫാഫി, നിനക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ സമ്പത്ത് കരുതി വെക്കുന്നതിൽ നീ ആക്ഷേപിക്കപ്പെടുകയില്ല. ആവശ്യത്തിന് കരുതി വെക്കാവുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹ്രസ്വമായ വാക്കുകളിലൂടെ പഠിപ്പിക്കുന്നു. വഫഖനല്ലാഹ്.